സർ ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയേക്കുന്നത്, ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അപ്പം സാർ എനിക്ക് അതിനൊരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു, ആൾക്കാരെ മീഡിയേറ്ററായിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, എത്ര എങ്ങനെ നമ്മളിപ്പോ അതിന്റെ പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മള് സാറൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണോ എന്നുള്ളതും കൂടാണ് എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സർ. പ്രകാരം ആ അമ്മച്ചിയുടെ കയ്യിലുള്ള സ്വത്ത് മൊത്തം കൈക്കലേക്കാക്കുകയാണ് കേട്ടോ. അതായത് ഈ കൈക്കലാക്കിയ സ്വത്തിൽ നിന്നാണ് സുനിയുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഈ അമ്മച്ചി കോടതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൊടുത്തെങ്കിൽ മാത്രമേ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റും ചെയ്യാം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തംബ്നെയിലും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു സെക്ഷനും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ അതായത് രേണുസുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബിഷപ്പുണ്ട്. അപ്പോൾ ബിഷപ്പിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. യെസ്, അറിയാം, ഒരു യൂട്യൂബർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സന്ദീപ് ഇടപ്പാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ പുള്ളി കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ കമൻ്റായിട്ട് നമ്മുടെ ഫിറോസ്, നമ്മുടെ രേണുവിന് വീട് വെച്ച് കൊടുത്ത ഫിറോസ് കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛന് ഈ സ്ഥലം, അതായത് രേണുവിനൊക്കെ കൊടുത്ത ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരാളെ വെട്ടിച്ച് കിട്ടിയ ഒരു സ്ഥലമാണ്. അതായത് ആ അച്ഛൻ്റെ, അതായത് ഈ ബിഷപ്പിൻ്റെ ചേട്ടൻ്റെ അനിയത്തിയോ അങ്ങനെ ഒരു പ്രായമുള്ള ഒരു അമ്മയ്ക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇത്രയും അധികം കോടിക്കണക്കിന് രൂപയുടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഈ അച്ഛനുണ്ട്. അപ്പോൾ ആ സ്ഥലമെല്ലാം ഈ പ്രായമായിട്ടുള്ള ഈ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അമ്മ അത് തട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ കൊണ്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കേസ് കൊടുക്കുമ്പം അവർക്ക് പൈസയും കാര്യങ്ങളും ഒന്നുമില്ല, അതൊരു പട്ടിണി കിടന്ന് മരിച്ചെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ആ ഒരു ടൈമിൽ നമുക്കറിയാം, പാവപ്പെട്ടവർക്ക് കേസ് കൊടുക്കുമ്പം അത് വാദിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഒരു വക്കീലിനെയൊക്കെ വയ്ക്കും. അപ്പം അങ്ങനെ വാദിച്ച് ആ ഒരു ടൈമായപ്പം അതിന് സ്റ്റേ ഒക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു കേസ് ഇത് പോയില്ല. ഇപ്പോഴും സ്റ്റിൽ ആ കേസ് ഇതാവുന്നുണ്ട്, പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ അമ്മ മരിച്ചുപോയി. സോ അതുകൊണ്ട് തന്നെ ഇനി അതിന് കേസിന് വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ ബിഷപ്പ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് കുറച്ച് സ്ഥലം ബിഷപ്പ് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴാണ് ഈ അമ്മയുടെ ഫാമിലിയിൽപ്പെട്ടവർ വീണ്ടും കേസുമായിട്ട് വന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ മുടങ്ങി നിൽക്കുകയാണ്. സ്റ്റിൽ രേണുവിൻ്റെ വീട്ട് നമ്പർ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ യൂട്യൂബർ പറയുന്നത്. സോ മേ ബി ഇപ്പം നമുക്കറിയാം രേണുവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ആരാണ്? നമ്മുടെ ബിഷപ്പാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി. സോ ഞാൻ ആലോചിച്ചു, ഈ പുള്ളിയാണെങ്കിൽ ഒരു സമയം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസുധീനെ അത്രയധികം നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഈ അച്ഛൻ. ഇപ്പോൾ വളരെയധികം പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് ആ രേണുസുധീൻ്റെ മോനെതിരെയുള്ള ഭയങ്കര അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണുസുധീനെ വളരെയധികം സപ്പോർട്ട്. അപ്പോൾ ഒരു വൈദികന് ഉറപ്പായിട്ടും ഇപ്പോൾ ഒരാൾ എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഇങ്ങനെയുള്ള ഒരു അസുഖവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ
നമുക്കറിയാം ഒരു വൈദികൻ എന്ന് പറയുന്ന ഒരാൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ പൊറുക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇപ്പം തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും അവർ മുന്നിൽ വന്ന് കൈ നീട്ടുമ്പോൾ വീണ്ടും അവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കായിരിക്കും പറ്റുന്നത്. പക്ഷേ അത് രേണുവിനോട് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് രേണുവിൻ്റെ മകനെ ഇത്രയധികം കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവനെതിരെ സംസാരിച്ചു? അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിയത്. സോ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കിച്ചുവിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു വൈദികൻ ചെയ്തത് ഒരിക്കലും ശരിയല്ല അല്ലേ. ഒരു വൈദികൻ എന്ന നിലയിൽ പുള്ളി ചെയ്തത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ അതായത് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പം മുന്നോട്ടും അവന് ലൈഫുണ്ട്. അപ്പോൾ അവനെ രേണുവിനെ സപ്പോർട്ടൊക്കെ ചെയ്തോട്ടെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അവനെ ചവിട്ടി താത്തുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തതും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടായിരിക്കും മേ ബി രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുറം ലോകം അറിയുമോ എന്നുള്ള കാര്യമൊക്കെ ഓർത്തിട്ടായിരിക്കാം മേ ബി സപ്പോർട്ട് ചെയ്യുന്നത്. സോ എന്തായാലും ഇതൊക്കെയാണ് ആ ഒരു യൂട്യൂബ് ചാനൽ പുള്ളി പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സന്ദീപ് എടപ്പാൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ഫിറോസ്, അതായത് രേണുവിന് വീട് വെച്ച് കൊടുത്ത ഫിറോസ് വന്ന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു കമൻറ്റ് വായിച്ച് നോക്കാം ഗൈസ്. ഈ കഥ ഞാൻ ഈ വീട് പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ അറിഞ്ഞ കഥയാണ്. ഇത് വല്ലാത്തൊരു ജീനാണ്. ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് സ്നേഹിക്കും, സ്നേഹിച്ചാൽ അങ്ങ് എല്ലാം മറന്ന് സ്നേഹിക്കും, പിണങ്ങിയാൽ പിന്നെ ഏഷണി പരദൂഷണം ഇത് പറഞ്ഞ് അങ്ങ് തളർത്തും, സമൂഹത്തിൽ ഇല്ലാതാക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ ഇണക്കത്തിനും പിണക്കത്തിനും ഞാൻ ഒരുപാട് തവണ പാത്രമായിട്ടുണ്ട്. ആദ്യം പിണങ്ങും, ഇന്നും ഓർക്കുന്നു. വീട് പണി തുടങ്ങിയ സമയത്ത് രേണുവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ എനിക്ക് അയച്ചു തരുമായിരുന്നു. അയാളുടെ പണി ഒരുപാട് ഇറിറ്റേറ്റഡ് ആയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ആ സ്ത്രീയുടെ ആരുമല്ല, എനിക്ക് ഇത് ഇനി അയക്കരുത്, ഇത് എന്നെ ബാധിക്കുന്ന കാര്യവുമല്ല. ഇതിന് ഇയാൾ പല പ്രമുഖരോടും എന്നെപ്പറ്റി കുറ്റം പറഞ്ഞു നടന്നു. പിന്നെ ഇടയ്ക്ക് ഇണങ്ങി, പിന്നെ പിണങ്ങി. കാരണങ്ങൾ അയാൾക്കേ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ ഫിറോസ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഇങ്ങനെ ഇണങ്ങും. ഇപ്പോൾ നമുക്ക് കൂട്ടുകൂടി കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഭയങ്കരമായിട്ട് നല്ലത് പറയും, പിണങ്ങി കഴിയുമ്പോൾ അവരെ പറയാൻ പറ്റുന്ന അത്രയധികം നെഗറ്റീവുകൾ പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നാണ് ഇവിടെ ഫിറോസ് പറയുന്നത്.